എടാ നമുക്ക് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബീം തന്നിട്ടുണ്ട്. ഈ പറയുന്ന ബീം നമുക്ക് ഇവിടെ സപ്പോർട്ടുണ്ട്. അപ്പം സിംപ്ലിയാണ്. ബട്ട് ഇതിൽ നിന്ന് ഒരു പോർഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളതുണ്ട്. നമുക്കത് ഓവർ ഹാങ്ങിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇത് ഓവർ ഹാങ്ങിങ് ബീമാണ്. നമ്മുടെ കഥ അനുസരിച്ചിട്ട് നമ്മൾ ആദ്യം പോയിട്ട് എന്ത് ചെയ്യണം, RA RB കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കഥ. അപ്പം റിയാക്ഷൻ ഞാനിവിടെ RA എന്നും ഇവിടുത്തെ റിയാക്ഷൻ ഞാൻ എന്ത് കൊടുത്തു, RB എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു, AB. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ആദ്യം പോയിട്ട് നമുക്ക് ഇതിൽ എന്ത് ചെയ്യണം, സിഗ്മ V = 0 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. സിഗ്മ V = 0. വേർട്ടിക്കൽ ഫോഴ്സസിന്റെ സമ്മാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, 0 ആയിട്ട് വരണം. എന്നെ സംബന്ധിച്ച് എനിക്ക് താഴോട്ട് വരുന്നത് പോസിറ്റീവും ആൻറ്റി ക്ലോക്ക് വൈസും എനിക്ക് പോസിറ്റീവാണ്. ഇതെൻ്റെ സാധനമാണ്. നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതിൽ പ്രശ്നമില്ല. ബട്ട് അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. സിഗ്മ V = 0 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും. എനിക്കിവിടെ വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയുണ്ട്, എനിക്ക് മുകളിലോട്ട്. ഓക്കെ, ഇവിടെ നിന്ന് നോക്ക്, റൈറ്റ് സൈഡിൽ നിന്ന് വരാം, താഴോട്ടാണ് പോകുന്നത്. അപ്പം അതെനിക്ക് മൈനസ്, ഇത് എന്തായതുകൊണ്ട് പോയിന്റ് ലോഡ് ആയതുകൊണ്ട് FE തന്നിരിക്കുന്ന വാല്യൂ തന്നെയാണ്. താഴോട്ടായതുകൊണ്ട് അതെനിക്ക് -2. ഓക്കെ, താഴോട്ട് എനിക്ക് പ്ലസ് വെക്കണം, 2 kN. താഴോട്ട് വന്നതുകൊണ്ട് എൻ്റെ കൊച്ച് താഴോട്ട് വന്നതുകൊണ്ട് എനിക്ക് അതെന്തോന്നാണ്, പ്ലസ് ആണ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ നിന്ന് എനിക്ക് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് UDL കാണാമല്ലോ. UDL എന്ന് പറയുമ്പോഴത്തേക്ക് F കണ്ടുപിടിക്കാൻ W ഡിസ്റ്റൻസ് എന്നുള്ളതാണ് കഥ. എത്ര ഡിസ്റ്റൻസിലാണോ എനിക്കിത് കാണാൻ പറ്റുന്നത് അത്രയും ഡിസ്റ്റൻസ് കൊണ്ടുവേണം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ. എനിക്കിവിടുത്തെ UDLൻ്റെ W എന്ന് പറയുന്നത് എത്ര കിട്ടി, 2. താഴോട്ടായതുകൊണ്ട് പ്ലസ്. ഓക്കെ, ഇവിടെ 2 kN ഇട്ടെന്നുള്ളതേ ഉള്ളൂ, പരീക്ഷയ്ക്ക് എഴുതണ്ട. 2 പ്ലസ് ഇവിടെ എന്ത് ചെയ്തു, സ്മോൾ W എനിക്ക് 2 കിട്ടി. ഇതെനിക്ക് ഈ പറഞ്ഞ UDL എത്ര ഡിസ്റ്റൻസിൽ കാണാം, ഇത് മുതൽ ഇതുവരെ എനിക്ക് കാണാം. അതായത് 4 + 2 എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് ചെയ്ത് കിട്ടി. എനിക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ കാണാം എന്നുള്ളത് കൊണ്ടാണ് എടുത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി മുകളിലോട്ട് ഇത്രയും കഴിഞ്ഞാൽ എല്ലാ ലോഡും കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കുമ്പോൾ എനിക്ക് RB ഇല്ലേ, മുകളിലോട്ടല്ലേ പോകുന്നത്. അപ്പം അതെനിക്ക് എന്തോന്നാണ്, -RB. അതുപോലെ എനിക്കിവിടെ RA ഉണ്ട്, അതും എന്ത് തന്നെയാണ്, മുകളിലോട്ടാണ് പോകുന്നത്. അപ്പം അതെനിക്ക് എന്തോന്ന് ചെയ്തു, -RA എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇനി എല്ലാ ഫോഴ്സും കഴിഞ്ഞു, സിഗ്മ V കഴിഞ്ഞു, = എന്ത് കൊടുത്തു, 0 കൊടുത്തു. അപ്പം ഇവിടെ നിന്ന് 2 + 2 × 6 -RA + RB = 0 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. ഇത് 12ഉം 2ഉം 14 -RA + RB = 0 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. RA + RB = ഇപ്പുറത്ത് നിന്ന് എന്ത് വരും, ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, ഈ പ്ലസ് ഇപ്പുറത്ത് പോകുമ്പോൾ -14. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടേണ്ട, കാൽക്കുലേറ്ററിൽ എന്ത് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, 14 kN എന്ന് പറയുന്ന ഒന്നാമത്തെ ഇക്വേഷൻ എനിക്ക് എന്ത് ചെയ്തു, കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി പറയുന്നത് 2 എനിക്ക് എന്ത് ചെയ്യണം, മൊമെൻ്റ് എടുക്കണം എന്നുള്ളതാണ്. ഒന്നുകിൽ ഏതെങ്കിലും സപ്പോർട്ടിലോട്ട് വേണം ഞാൻ എന്ത് ചെയ്യാൻ, മൊമെൻ്റ് എടുക്കാൻ. ഇവിടെ ഓവർ ഹാങ്ങിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ എൻഡിലോട്ടായിരിക്കും എന്ത് ചെയ്യുക, എടുക്കാം. മൊമെൻ്റ് അബൌട്ട് A. അപ്പം മൊമെൻ്റ് അബൌട്ട് A = 0 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇനി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് എനിക്ക് എന്ത് വരിക, മൊമെൻ്റ് വരിക. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഓൾറെഡി ഫോഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തോന്നാണ്, 2. ഇതെങ്ങനെ വന്ന് ഇടിക്കും, ഇങ്ങനെ കറങ്ങിയിട്ട് എയിലാണ് ഇടിക്കുന്നത്. അപ്പം ഇതിങ്ങനെ വന്ന് കറങ്ങി ഇടിക്കും. അപ്പം ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എനിക്ക് -ആണ്. ഓക്കെ, ഫോഴ്സ് ഇവിടെ ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ്. ഫോഴ്സ് എനിക്ക് ഓൾറെഡി ഞാൻ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മുകളിൽ. അപ്പം അതെന്ത് ചെയ്താൽ മതി, അതിനെ അതുപോലെ എഴുതിയാൽ മതി, 2. ഇനി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, ഈ പോയിന്റ് ലോഡിന് അതെവിടെയാണോ ഇടിക്കുന്നത് അതാണ് അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ. അതായത് ഇവിടെ ആയിരിക്കും, ഈ വരയ്ക്ക് നേരെ താഴെ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ വരിക. എടുക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ ഈ സെക്ഷൻ എവിടെയാണ്, എയിലോട്ടാണ് എടുക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇത് മുതൽ ഇതുവരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും 4 + 2 ആണ്. ആ ഡിസ്റ്റൻസ് കഴിഞ്ഞു. പിന്നെ നമുക്കിവിടെ അറിയാം, രണ്ടാമത് നമ്മൾ എടുത്തിട്ടുള്ളത് ലോഡാണ്. UDL ആണ്. അതും എങ്ങനെയായിരിക്കും, താഴോട്ടായിരിക്കുമല്ലോ ഇടിക്കുന്നത്. ഇതിൻ്റെ ലോഡ് എന്തോന്നാലും താഴോട്ടായിരിക്കും. അതും കറങ്ങി വന്ന് ഇടിക്കുക ക്ലോക്ക് വൈസിലാണ്. അപ്പം അതുകൊണ്ട് അതും എന്ത് ചെയ്തു, -n കൊടുത്തു. ഫോഴ്സ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 2 × 4 + 2 W ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഫോഴ്സ് കിട്ടി. ഇനി എന്ത് വേണം, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അതിന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ലൈൻ ഓഫ് ആക്ഷൻ മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ്. ലൈൻ ഓഫ് ആക്ഷൻ UDLൻ്റെത് എങ്ങനെ വരും, എത്ര ഡിസ്റ്റൻസിലാണോ നിങ്ങൾക്ക് കാണുന്ന അത്രയും ഡിസ്റ്റൻസിൻ്റെ ഹാഫാണ്. ഓക്കെ,
അപ്പം ഇവിടെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ കാണാം, 6 മീറ്ററിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കും, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 4 6/2 എന്നും ഇപ്പുറത്ത് 6/2 എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു. ഇവിടെ നിന്ന് ഇത്രയും ഡിസ്റ്റൻസ്, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ലൈൻ ഓഫ് ആക്ഷൻ മുതൽ സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ഇത്രയും സാധനമാണ്. അപ്പം എന്ത് ചെയ്യുക, 4 + 2 ആണ് 6. അപ്പം 6/2 എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്ത് കിട്ടി, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടി. അത് കഴിഞ്ഞു. പിന്നെ എനിക്കിവിടെ RB ഉണ്ട്. RB മുകളിലോട്ടാണ് പോകുന്നത്, ഇതിങ്ങനെ കറങ്ങിയിട്ടായിരിക്കും ഇടിക്കുക. അപ്പം ആൻറ്റി ക്ലോക്ക്വൈസ് എനിക്ക് പ്ലസ് ആണ്. ഫോഴ്സ് ഓൾറെഡി RB ആണെന്ന് എനിക്കറിയാം. RB ഞാൻ എന്ത് ചെയ്തു, ഇവിടെ എടുത്ത് എഴുതി. ഇത് മുതൽ ഇതുവരെയുള്ള സെക്ഷൻ ഫോഴ്സ് ഓഫ് ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ പോയിന്റ് ലോഡിന് ഇടിക്കുന്ന പോയിന്റിലായിരിക്കും. അത് മുതൽ ഈ പറഞ്ഞ A വരെയുള്ള ഡിസ്റ്റൻസ്, ഇത് മുതൽ ഇത്രയും എനിക്ക് 4 മീറ്റർ എന്നറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, × 4 കൊടുത്തു. പിന്നെ എനിക്ക് RA ഉണ്ട്, ബട്ട് അതിന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. കാര്യം അത് ഏത് പോയിന്റിൽ കൂടെ തന്നെയാണ്, എയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് RA എന്ന് പറയുന്നൊരു സാധനം എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. = 0 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. -2 × 6 -2 × 6 × 6/2 പ്ലസ് RB × 4 = 0 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. -12 ഇതും വെട്ടിപ്പോയി, -36 പ്ലസ് RB × 4 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. ഇവിടെ നിന്ന് 0 -48 പ്ലസ് 4 RB = 0 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും. 4 RB = ഈ പ്ലസ് ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഈ മൈനസ് ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്കും പ്ലസ് വരും. 48 RB = 48/4 = 12 kN എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, കിട്ടി. RBയുടെ വാല്യൂ കിട്ടി. RB കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ വരിക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സാധനം എന്ന് പറയുമ്പോഴത്തേക്കും ഇക്വേഷൻ RA + RB = എന്ത് കിട്ടി, 14 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. RBയുടെ വാല്യൂ RA + 12 = 14 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. RA = ഈ 12 ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്കും മൈനസ് ആവും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, 2 kN എന്ന് പറയുന്നൊരു സാധനം കിട്ടി. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ ലോഡ് ഇവിടെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. RB എനിക്ക് എത്ര കിട്ടി, 12 kN എന്നും RA എനിക്ക് എത്ര കിട്ടി, 2 kN എന്നും പറഞ്ഞുകൊണ്ട് കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ?